ഒരു ബൺ ഹെയർ സ്റ്റൈൽ നോക്കാവേ. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രൗൺ സെക്ഷനിലെ ഹെയർ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ടിലത്തെ ആ പോർഷനിലെ ഹെയർ ഒന്ന് ബൺ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അത് മറ്റ് ഹെയറൊക്കെ ഒന്ന് കെട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബാക്കിലത്തെ ആ ഹെയർ ഇതുപോലെ ബാക്ക് കോംബ് ചെയ്തിട്ട് പ്രിൻസസ് കട്ട് ബൺ വെച്ചിട്ട് ബാക്കി എല്ലാ ഹെയറും കൂടെ ബാക്കിലോട്ട് കോംബ് ചെയ്തിട്ട് ലോ പോണി ടെയിൽ ഇത് വെക്കുകയാണ്. പിന്നെ ആ ഒരു ഡോണറ്റ് ബൺ എടുത്തിട്ട് പുറത്തോട്ട് ഹെയർ ഇങ്ങനെ എടുത്തിട്ട് ചുറ്റും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു ഹെയർ ബാൻഡ് എടുത്ത് വെച്ച് സെക്യൂർ ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ബാക്കി നിൽക്കുന്ന ഹെയർ എല്ലാം കൂടെ ഇങ്ങനെ ചുറ്റി യു പിൻ വെച്ച് സെക്യൂർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ രീതിയിൽ വരും. എന്നിട്ട് ഫ്രണ്ടിലത്തെ പോർഷനിലെ ഹെയർ ഇതുപോലെ ബാക്ക് കോംബ് ചെയ്തെടുത്തിട്ട് ഫുള്ള് ബാക്കിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതേ സെയിം മെത്തേഡ് തന്നെ രണ്ട് സൈഡിലും ചെയ്യണം. എനിക്ക് സെൻറ്റർ പാർട്ടീഷൻ വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു സെൻറ്ററിൽ ആ ഒരു വകുപ്പ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അത് വേണ്ടെന്നുള്ളവർ വേറെ രീതിയിലും ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തു. അതിനുശേഷം പിന്നെ ഈ ഫ്ലവർ വെച്ചിട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനത്തെ ബൺ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴേ ഇയർ ചെയിനോട് കൂടിയുള്ള ഇയറിങ്സ് ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ബൈ, താങ്ക് യു.